താടി തൊടാൻ പാടില്ല. നിങ്ങളെ താടി കള്ളത്താടി. ചിലപ്പോൾ താടി വെട്ടുന്നവനായിരിക്കും താടി വെടുക്കുന്നതിനേക്കാളും വലിയ കള്ളൻ. രാഷ്ട്രീയം കടത്തണ്ട, വ്യക്തികളെ പറയണ്ട. ഇത് ഇസ്ലാന്തിയും പറഞ്ഞാൽ മതി. അത് എവിടെയും പറഞ്ഞോളി. താടി തൊടാൻ പാടില്ല. ഞങ്ങൾ പരിപാടിയില്ല. അത് പുതിയ ദീനാണ്. അങ്ങനെ പരിപാടിയിട്ടുള്ള അത് പുതിയ ദീനാണ്. ഇസ്ലാന്തി എന്ന് പറഞ്ഞാൽ താടി തൊടാൻ പാടില്ല. അതാണ് ഇസ്ലാം ദീൻ. എന്താ പറച്ചു അനക്ക് മാത്രം ഒന്നും പെണ്ണിന് കൊടുത്തില്ല. എന്താ ഇത് പറച്ചവന്റെ ഒരു വേണ്ടാത്തരല്ലത്. പെണ്ണിന് താടി കൊടുത്തില്ല, പുരുഷന് മാത്രം കൊടുത്തു. എന്താ ഇതിന്റെ പരിപാടി? അപ്പൊ ഞാൻ പുരുഷനാണെന്ന് സമ്മതിക്കാൻ ഒരുക്കല്ല എന്ന് പറയല്ലേ? പടച്ചോടുള്ള യുദ്ധമാണ് താടി പഠിക്കാൻ നമ്മൾ. ഇത് പടച്ചോനോടുള്ള യുദ്ധമാണ് താടി പഠിക്കുക എന്നുള്ളത്. ഇബ്നു ഖത്താബല്ല, ഇബ്നു ഖത്താബിന്റെ മകൻ. അതെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ പിടിച്ചിട്ട് താടി എല്ലിന്റെ താഴെ വെച്ച് പിടിച്ചിട്ട് ബാക്കി പിടിച്ചതിന്റെ അപ്പുറത്തുള്ള വെട്ടിയിരുന്നു. അത് ചെയ്യാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു ചെയ്യുന്നത് തെളിവാ. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് ചെയ്യുന്ന നമ്മൾ സ്വീകരിക്കൂല. റസൂൽ ചെയ്യുന്ന തെളിവൂഷണം. അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് കഴിവ് വരാം, ഉമർ ഖത്താബിന്റെ അടുത്ത് കഴിവ് വരാം. അതാണ് ലോകം മുഴുവൻ പണ്ഡിതന്മാർ സമ്മതിച്ച കാര്യതാണ്. അപ്പൊ നമ്മളിപ്പം തെമറ്റു അഫ്ദലാണെന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഖത്താബിനും ഉസ്മാൻ അഫ്ഫാനൊക്കെ എതിരാണ്. അവരടുത്തൊക്കെ പിഴവ് വരാം എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ അവരടുത്ത് പിഴവ് വരില്ലെന്ന് വിശ്വസിച്ചാൽ മുസ്ലിം അല്ല നിങ്ങൾ. ഇത് മനുഷ്യന്റെ അടുത്ത് പഴിവ് വരൂല എന്നൊരു ഒരു വ്യക്തിക്ക് പിഴവ് വരൂല എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ മുശ്രിക്കാണ്. അതല്ല അതിനർത്ഥം. അഫു എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല. ഞാൻ പറഞ്ഞു തൊടാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് അർത്ഥം. പിന്നെ വേറെ അക്രിമുല്ലിഹ, വഫിറുല്ലിഹ, അർഹുല്ലിഹ, ഔഫുല്ലിഹ, വഅഫുല്ലിഹ. ഇതൊക്കെ ഈ പദങ്ങൾ റസൂൽ പദങ്ങൾ താടിയുടെ വിഷയത്തിൽ. താടി ഒന്നും തൊടാൻ പാടില്ല. അതെ, അതെ, പടച്ചവന്റെ പരീക്ഷണം. ഈ ജീവിതം മുഴുവൻ പരീക്ഷണമല്ലേ? നിന്നെ പുരുഷനാക്കിയതിന്റെ പരീക്ഷണമല്ലേ? ചിലപ്പോൾ ചില ആണുങ്ങൾക്കൊന്നും പെണ്ണാണെങ്കിൽ എത്ര സുഖമായിരുന്നു, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഓൻ കൊണ്ടുവന്നു തരും. ഇത് എത്ര ഇടങ്ങാറാവണം ആണായതുകൊണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ആണാവണമെന്ന് വിചാരിച്ച് പറ്റുമോ? ഒക്കെ പരീക്ഷണമാണ്. ജീവിതം ഒട്ടാകെ പരീക്ഷണം. മൂന്ന് ഭാഗമല്ല, മുടിയിൽ നിന്ന് ഒട്ടാകെ. നമ്മളെയും ഹജ്ജും കഴിഞ്ഞാൽ മുടിയിൽ നിന്ന് ഒട്ടാകെ വെട്ടുക, അതല്ലെങ്കിൽ മുടി ഒട്ടാകെ വടിക്കുക. ഇതാണ് സുന്നത്ത്. താടി തൊടാൻ പാടില്ല. പ്ലെയിൻ ചെയ്യുക. പടച്ചോനോടുള്ള യുദ്ധമാണ്. ഹറാമ് മാത്രം പോരാ, പടച്ചോനോടുള്ള യുദ്ധമാണ്. എന്തിനാടാ എനിക്ക് താടി വളർത്തിയത് നീ എന്ന് പടച്ചോനോട് ചോദിക്കവൻ. എന്തിനെന്നോട് ഇത് വളർത്താൻ കൽപ്പിച്ചു? ഞാൻ പടച്ചോനുള്ള യുദ്ധമാണ്. താടി വലിക്കുന്നത് പടച്ചോനോട് യുദ്ധം ചെയ്യണം. പടച്ചോൻ എന്തിനു വേണ്ടി പുരുഷനെ സൃഷ്ടിച്ചോ അതിനെതിരായിട്ട് പടച്ചോനോട് യുദ്ധം ചെയ്യാൻ താടി വലിക്കുന്നവൻ. അപ്പം പടച്ചോനോട് യുദ്ധം ചെയ്താൽ ആരും ജയിക്കൂല. റസൂലിന്റെ കൽപ്പന ചെയ്ത് തിരക്കലായിരുന്നു. റസൂലിന്റെ കൽപ്പന ഈ വിഷയത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ കൽപ്പന വന്നു. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا
അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം മാ ഫിൽ ഖിയാർ. ഇഷ്ടം സ്വീകരിക്കുക, ഇഷ്ടം സ്വീകരിക്കുക, അത് ഇസ്ലാം ദീനിലില്ല. കൽപ്പന വന്നാൽ സമിഅന വഅതഅന. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, താടി പഠിക്കുന്ന പടച്ചോട് യുദ്ധം ചെയ്യാം. പടച്ചോട് യുദ്ധം ചെയ്യാൻ ജയിക്കൂല. നമ്മളിപ്പോ താടി കൊടുത്തുകൊണ്ട് ഇവിടെ ആരും നഷ്ടം ഉണ്ടായിരുന്നില്ല. പെണ്ണുകൾ കെട്ടായിരുന്നില്ല. ഞാൻ 6 പെണ്ണ് കെട്ടി. താടിമേൽക്ക് തൊട്ടിട്ടില്ല. ഞാൻ 6 പെണ്ണ് കെട്ടി. 35 മക്കൾ എനിക്ക് ജനിച്ചു. മക്കൾക്ക് കുറവില്ല. എനിക്കിപ്പം 29 പേരെ കുട്ടികളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ 31 ആവും, അല്ലെങ്കിൽ അതിലധികമാവും. ഒന്നും ദുനിയാവിന് യാതൊരു കുറവില്ല. താടി വളർച്ചയുണ്ട്. പെണ്ണുകൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പെണ്ണ് സ്വീകരിക്കാനുള്ള പെണ്ണുങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം ഒരിക്കലാന്നേ ഉള്ളൂ. ഈ പെണ്ണുങ്ങൾ വെച്ചൂല താടി വളർത്തിയാൽ ഇന്നൊരു ജോലിക്ക് വിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആളുകൾ പരിഹസിക്കും. ഏതായിരുന്നാലും ഇതിലൊരു സതുദ്ദേശമില്ല. ഒരു നന്മ ഉദ്ദേശമുണ്ട്. മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, അവന്റെ എല്ലാ പരിപാടികളിലും നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, ഒരു മുഅ്മിനാകുന്നത് അവന്റെ ഓരോ പ്രവൃത്തിയും മാതൃകായോഗ്യമായ പ്രവൃത്തിയാവണം. അപ്പോഴും മുഅ്മിനാവുള്ളൂ. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നതിൽ മാതൃകായോഗ്യനാവണം. എനിക്ക് ഇഷ്ടം ചോദിക്കാനല്ല, ഞാൻ ഈ പ്രവർത്തിക്കുന്നതിൽ എന്നെ ലോകം മുഴുവൻ അനുകരിക്കാൻ ഉതകുന്ന രൂപമാകണം. താടി വളർത്തുന്നതാണ് നല്ലതെന്നുള്ളത് ഏത് ബുദ്ധിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. 2 വ്യക്തികൾ അവരെ അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിൽ ഒരു വ്യക്തി താടിയൊക്കെ വളർത്തി, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതുപോലെ തന്നെ വസ്ത്രങ്ങളും താടിയും മീശയും എല്ലാം. മറ്റൊരു വ്യക്തി താടിയൊക്കെ പഠിച്ച് മീശയും പഠിച്ച് വേണ്ട പോലെ അവന്റെ ഒഴുക്കിനൊഴുകിക്കൊണ്ട് പോകുന്ന വ്യക്തിയും. ഈ 2 വ്യക്തികൾ ഇപ്പൊ യഹൂദികളാണ് ഇവർ ചെല്ലുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നസ്രാണികളാണ്, അല്ലെങ്കിൽ തനിച്ച നിരീശ്വരവാദികളാണ്. ഈ 2 വ്യക്തികൾ സമൂഹത്തിലേക്ക് ചെന്ന് കടന്നു ചെന്നാൽ